ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ ദാ ഇവിടെ ഒരു ട്രേഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണുന്നുണ്ട്. സോ ഇവിടെ ഒരു ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ആ ഗ്രീൻ ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈയർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അവിടുന്ന് ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. കാരണം ഒരു വലിയ സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യം വരില്ല. ഒന്നില്ലെങ്കിൽ നമുക്കൊരു റഫായിട്ടൊരു ഇത്രയും ഒരു 50 പോയിൻറ്റ്സിൻ്റെ വല്ലതും സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ അവിടുന്ന് തിരിയാനാണ് മാർക്കറ്റ് നമ്മളുടെ എൻട്രിക്ക് ശേഷം അവിടുന്ന് തിരിയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ട്രേഡ് ചെയ്യുന്ന ഇറങ്ങാം. അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ ഗ്രീൻ ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈയർ ബ്രേക്ക് ആണെങ്കിൽ ട്രേഡിൽ എൻട്രി എടുത്തിട്ട് നമുക്ക് ഗ്രീൻ ക്യാൻഡിലിൻ്റെ തന്നെ ലോ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ടും വയ്ക്കാം. സോ ഇനിയിപ്പം അവിടെ നിന്നൊരു കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ വേണമെങ്കിൽ ട്രെയിൽ ചെയ്യാൻ നോക്കാം. കാരണം വേറൊന്നുമല്ല ട്രെയിൽ ചെയ്യാൻ നോക്കാമെന്ന് പറയാൻ കാരണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വളരെ വളരെ ചെറുതായിരിക്കും. വളരെ നമുക്കൊരു അഫോർഡബിൾ ഒരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അല്ല നമ്മുടെ ടാർഗറ്റിൻ്റെ അവിടെ എത്തിയിട്ട് ഒരു റിജക്ഷൻ ക്യാൻഡിലോ വല്ലതുമാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കോസ്റ്റിലോ വല്ലതും കൊണ്ട് നമുക്ക് വയ്ക്കാവുന്നതുമാണ് ട്രേഡേഴ്സ്. സോ ഓക്കെ, ഹൈയെ ബ്രേക്ക് ചെയ്യാൻ റെഡിയായിരിക്കുമ്പോഴത്തേക്കിന് ഇപ്പോൾ നമ്മൾ റെഡിയായിട്ടിരിക്കുകയാണ്. അല്ലാത്തപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്തൊരു പ്രശ്നമുണ്ട്. മാർക്കറ്റ് ഭയങ്കര വലിയൊരു ക്യാൻഡിലായിരിക്കും ചിലപ്പോൾ അപ്സൈഡ് മൊമെൻറ്റ് ഇത്രയും ഒരു സ്ലോ മോഷൻ അല്ലെങ്കിൽ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മളെപ്പോലെ ഒരുപാട് പേര് റെഡിയായിരിക്കുന്നുണ്ടായിരിക്കും എൻട്രി എടുക്കാൻ വേണ്ടി. ഇത് ബൈ സൈഡ് എൻട്രി എടുക്കാം എന്നോർത്ത്. പക്ഷേ അങ്ങനെയുള്ളവരെല്ലാം എൻട്രിയെ കൊടുക്കാതെ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യാറുണ്ട്. സോ ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ആയിരിക്കാം. പക്ഷേ ഞാൻ എൻട്രി എപ്പോഴും എടുക്കുന്നത് മൊബൈലിലാണ്. എക്സിറ്റ് പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്യാറാണ്, അല്ലെങ്കിൽ ടാർഗറ്റ് ഞാൻ സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്യാറാണ്. എൻട്രി എപ്പോഴും മൊബൈലിലാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ചാർട്ട് നോക്കി കറക്റ്റ് ഹൈയെ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെറ്റപ്പ് ഫോം ആകുമ്പം എക്സാക്ട്ലി അവിടുന്ന് വേണമല്ലോ ട്രേഡ് എടുക്കാൻ. സോ അപ്പോൾ ഏതായാലും നോക്കാം. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഹൈയെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ട്രേഡിൽ എൻട്രി എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ വേറെ ഏതെങ്കിലും ഒരു ട്രേഡ് കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണുവാണെങ്കിലോ നമുക്ക് ട്രേഡിൽ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഏതാ? ഓക്കെ ഫൈൻ. ട്രേഡേഴ്സ് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി തന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവിടുന്ന് തന്നെ റിജക്ഷൻ ആയോ? ഓക്കെ ഫൈൻ കുഴപ്പമില്ല. നമ്മളുടെ എൻട്രി എടുത്തിട്ടുണ്ട് ഒരു 120 വെക്കേണ്ട 100 പോയിൻറ്റ്സിൻ്റെ തന്നെ ടാർഗറ്റ് വെച്ച് പോകാം. പിന്നെ അവിടുന്ന് ഒരു വലിയൊരു ക്യാൻഡിലോ വല്ലതും ഒരു ബാഹുബലി ടൈപ്പ് ഓഫ് ഒരു ബിഗ് ക്യാൻഡിൽ വല്ലതും ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് എക്സിറ്റ് നോക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടില്ല. വേറൊന്നുമല്ല, താഴത്തോട്ടാണ് ഇനി വരാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ മാർക്കറ്റ് ഓർഡറിൽ തന്നെ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. സോ നമ്മൾ റെഡിയായിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പോകുന്നില്ല. ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ഇതിന് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിലിൻ്റെ ലോയിൽ തന്നെയായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസും ഏതായാലും പ്ലേസ് ചെയ്യുക. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് നമുക്ക്. പിന്നെ ഞാനേ ക്ലാസ് എടുക്കുന്ന കാര്യം പറയുമ്പം ഒരുപാട് പേര് കമൻറ്റ്സ് കാണുന്നുണ്ട്, എന്നാണ് ക്ലാസ് വേണം, ക്ലാസ് എപ്പോഴാണെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം കൺവീനിയൻ്റ് ആയെന്നും കൂടെ നോക്കുക. ഞാൻ പറയുന്നത് ആദ്യം നമുക്കൊരു 10 പേരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു 10ഓ 15ഓ ഒരു ലിമിറ്റഡ്, കാരണം ഞാനിത് പറഞ്ഞു തരുന്നത് കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെടണ്ടേ. അപ്പം നമുക്ക് ഒരു ഗൂഗിൾ മീറ്റിലോ സൂമിലോ വല്ലതും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ നാളെ വല്ലതോ ഈ ശനിയാഴ്ച ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് കുറച്ച് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു, കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ശനിയും ഞായറൊക്കെ ഫുൾ ഇച്ചിരി തിരക്കായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ സാറ്റർഡേ തൊട്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ബേസിക് കാര്യങ്ങൾ ആണ് ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിലൂടെ. അപ്പോൾ ഞാൻ ആ ടോപ്പിക്സ് ടു ബി കവേർഡ് എന്നുള്ള രീതിയിൽ
ഞാനൊരു ഇത് ചെയ്തിടാം. അപ്പം ഇൻട്രസ്റ്റഡ് ഉള്ളവർ അതിൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു 10 പേരിൽ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ ഇപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ട്രേഡിംഗ് അറിയാവുന്നവരാണെങ്കിൽ, ഞാൻ ട്രേഡിങ്ങിനെ പറ്റി അതിൻ്റെ അകത്ത് പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ്, ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്, പ്രൈസ് ആക്ഷൻ്റെ ടൈപ്പ് ഓഫ് പാറ്റേൺസ് ഫോംഡ്, അതിപ്പോൾ ഓപ്ഷൻസ് ബൈയിങ്ങോ ഓപ്ഷൻ സെല്ലിങ്ങോ അല്ലെങ്കിൽ ഇതിലൊന്നുമല്ല. നമുക്ക് സ്റ്റോക്സിലും ഒക്കെ ചെയ്യാവുന്ന കുറേ ടൈപ്പ് ഓഫ് പാറ്റേൺസ് ഉണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞു തരുന്ന കാര്യം എൻ്റെ ആ ക്ലാസ് എന്ന് വിളിക്കേണ്ട, നമ്മളൊരു ഇൻട്രാക്ഷനോടുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. സോറി. അപ്പോൾ അത് കേൾക്കണം എന്നില്ല. ഞാനീ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഓരോരുത്തർ ചെയ്തിട്ടേക്കുന്ന വീഡിയോ കിട്ടും. അപ്പം അത് നോക്കണ്ട, അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സോ അതൊരു വളരെ സിമ്പിളായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണമെന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയാത്തവർക്ക് കുറച്ച് ബേസിക്കായ നോളജ്, എനിക്കറിയാവുന്ന കുറച്ച് നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ഏതൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്യുക എന്നുള്ളത് ഞാനൊരു ഇത് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യാം. സോ അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇൻട്രസ്റ്റ് ആയവർ അതിൻ്റെ താഴത്ത് കമൻ്റ് ഇട്ടാൽ നമുക്ക് അവരെ വച്ചിട്ട് ഒരു ഇത് ഫോം ചെയ്തിട്ട് ഞാൻ സൂമിൻ്റെയോ ഇതിൻ്റെയോ ലിങ്ക് ഇടാം. എന്നിട്ട് നമുക്കൊരു ഒരു സെഷൻ കണ്ടക്ട് ചെയ്ത് നോക്കാം. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടോ എങ്കിൽ നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടെയൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പം ഏറ്റവും ബേസിക് സ്റ്റോക്ക് അത്യാവശ്യം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു ക്യാൻഡിൽ ഫോം ആവുന്നുണ്ട്. ഫൈൻ. ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്നൊരു എൻട്രി കൊടുക്കാത്ത രീതിയിലായിരിക്കും മാർക്കറ്റ് അത്രയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും ഫോം ചെയ്യുക. കാരണം എനിവേസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ ഏതായാലും 100 പോയിൻറ്റ്സിൻ്റെയാണ് ടാർഗറ്റ്. സോ അവിടെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ഫൈൻ. ഇനിയൊരു 2 മിനിറ്റ്സും കൂടി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ ഫോം ആവുന്നുണ്ട്. അത് റിജക്ഷൻ ക്യാൻഡിൽ ആവാതിരുന്നാൽ മതി. ഫൈൻ. 722 നമ്മളുടെ എൻട്രി. അപ്പം റിജക്ഷനും വരുന്നുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഇഷ്ടമുള്ളവർ വളരെ ബേസിക്കായ കാര്യങ്ങളൊന്നും അറിയത്തില്ല, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നോ അതിൻ്റെ വളരെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ അതിൻ്റെ അകത്തൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അത്രയും പേരെ വച്ചിട്ട്, അധികം പേരൊക്കെ ആണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനും പാടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനതിടാം. അപ്പോൾ അതിൻ്റെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം പേരാണെങ്കിൽ 2 പ്രാവശ്യമായിട്ടത് കണ്ടക്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് സിംഗിളായിട്ടാണെങ്കിലും ചെയ്യാം. അത് കുഴപ്പമില്ല. അപ്പോൾ ഞാനും കൂടെ കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണ്ടേ. ഞാൻ വെറുതെ കുറച്ച് നോട്ട്സൊക്കെ എൻ്റെ നോട്ട്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനതൊന്ന് റെഫർ ചെയ്തിട്ട് വേണമല്ലോ നിങ്ങൾക്ക് പറഞ്ഞാൽ, തെറ്റായ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം വേറൊന്നുമല്ല. ഞാനീ പറയാൻ പോണ കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ അകത്ത് ഷോർട്സായിട്ടും വീഡിയോസായിട്ടും ഒരുപാട് പേര്, ബേസിക് ഇത്രേ ഉള്ളൂ. ഒന്നില്ലേ ഹിന്ദി മനസ്സിലാണ്. കാരണം മലയാളത്തിലും ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾക്കാർ. മലയാളത്തെക്കാളും കൂടുതൽ ഹിന്ദിയിലാണ് കൂടുതലും സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടൻറ്റിൻ്റെ വീഡിയോസ് ഉള്ളത്. സോ അപ്പോൾ അതൊക്കെ കണ്ടാലും മതി കേട്ടോ. അതൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ആ പറയുന്ന കാര്യങ്ങളും ഞാൻ പൈസ കൊടുത്തിട്ട് ഞാനൊരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നോട്ട്സ് ഉണ്ടാക്കി വെച്ച് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റിംഗ് ഏറ്റവും ബേസിക് ഈ ചാർട്ട് നോക്കാൻ അറിയില്ല, ക്യാൻഡിൽസ് നോക്കാൻ അറിയില്ല, ഈ റെഡ് ഗ്രീന് ഈ പ്ലാറ്റ്ഫോം നോക്കാൻ അറിയില്ല, ഇത് എന്താണ്, എത്ര മിനിറ്റിൻ്റെയാണ് ക്യാൻഡിൽ, അങ്ങനെ വളരെ 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 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ട്രേഡിംഗ് സംബന്ധമായോ, ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ ബയ്യറാണ് നമ്മൾ, അപ്പോൾ ഓപ്ഷൻ ബയ്യിങ്ങിനെ സംബന്ധിച്ചൊന്നുമല്ല, വളരെ ബേസിക്കായിട്ടും വെറുതെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ബേസിക്കും അങ്ങനെയുള്ള പാറ്റേൺസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ് ഫോം ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ
ആ ഒരു ഇതിൽ സെഷൻ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഒരു നോളജും ഇതിനെപ്പറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി, അല്ലാതെ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യണമെന്നില്ല. സോ അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണത്. കാരണം നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള സമയമാണ് നിങ്ങൾ ആ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ ഒരുമിച്ചിരിക്കാൻ പോകുന്നത്. സോ അത് ഒരിക്കലും നിങ്ങളുടെ നഷ്ടം വന്നെന്ന് നിങ്ങൾക്ക് തോന്നരുത്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്കും കൂടെ ഇടാമെന്ന് പറഞ്ഞത്. ഓക്കെ, എനിവൈസ് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു ഫോം ചെയ്തത്. അത് അവിടുന്ന് ഒരു ഇൻവേർട്ടഡ് ഹാമർ ടൈപ്പ് ഓഫ് ക്യാൻഡിലായിട്ടുണ്ട്. സീനില്ല. ഏതായാലും നമ്മളുടെ ടാർഗറ്റുമായിട്ട് റെഡിയാണ്. ഇനിയിപ്പം ഇവിടുന്ന് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. റിജക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഏതായാലും നമ്മളുടെ പ്രോപ്പർ ടാർഗറ്റിൽ ഇറങ്ങുള്ളൂ. നോക്കാം, ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങിയേക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ചെറിയ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് നോക്കാം. ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ഒരു ബിഗ് ടൈപ്പ് ഓഫ് റൈറ്റ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഏതായാലും ട്രേഡിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു 7,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ 7,000 പ്രോഫിറ്റാണ് ബുക്ക് ചെയ്ത്. 55,200 കോൾ ഓപ്ഷൻ 11-13 നമ്മൾ ബൈ ചെയ്തു. 722-ൽ 781-ൽ എക്സാക്ട്ലി നമ്മുടെ ടാർഗറ്റ് തന്നതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആവുന്നുണ്ട്. ഓക്കെ, എൻട്രി പോയിൻറ്റ് വളരെ സിമ്പിളായിരുന്നു. ഈ ഒരു ഹാമർ ക്യാൻഡിൽ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഈ ഒരു റീജിയനിൽ ഞാൻ അത്രയും വെച്ചില്ല. ആ ഒരു റീജിയനിലാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട ആവശ്യം വന്നില്ല. എടുത്തപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിലേക്കാണ് ഇപ്പോൾ കൺവേർട്ട് ചെയ്തത്. സോ ഇന്ന് ഓവറോൾ ഒരു 7,000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡും ലോജിക്കും. താങ്ക് യു.